ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഒന്ന് രണ്ട് നല്ല ടിപ്സുമായിട്ടൊക്കെയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. പഞ്ചസാര കുപ്പി നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെയൊക്കെ ടൈറ്റായിട്ട് അടച്ച് വെച്ചിരുന്നാലും ശരി തന്നെയാണ്, അതിൽ ഉറുമ്പ് കയറാറുണ്ട്. പ്രത്യേകിച്ച് ഈ കുപ്പിയുടെ ഈ ചുറ്റുമൊക്കെ ഇങ്ങനെ ഉറുമ്പ്, നമ്മളിവിടെ ചോനൻ ഉറുമ്പെന്ന് പറയും, അതിങ്ങനെ ഇരിക്കും. മധുരമുള്ള സാധനങ്ങളിലൊക്കെ കൂടുതൽ വരുന്നതാണ്. അപ്പൊ അതിന് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം ഞാൻ ഇതുപോലൊരു കോട്ടണിൽ കുറച്ച് വിനാഗിരി എടുക്കുന്നുണ്ട്. ഇതിപ്പം വൈറ്റ് വിനിഗറാണ്. അപ്പൊ വിനാഗിരി കുറച്ച് ഞാനിപ്പം ഈ ഒരു പോലെ ഒരു കോട്ടണിൽ മുക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഇതേപോലെ കുപ്പിയുടെ എല്ലാ സൈഡിലോട്ടും ഒന്ന് തടവി കൊടുത്താൽ മതി. അപ്പൊ ഇതിന്റെ ഒരു സ്മെല്ല് കാരണം ഉറുമ്പൊന്നും വരത്തില്ല. അപ്പൊ മധുരമുള്ള സാധനങ്ങൾ ഇട്ട് വെക്കുന്ന ബോട്ടിലില് ഇതേപോലെ ഒന്ന് ചുറ്റോട് ചുറ്റും വിനാഗിരി ഒന്ന് തടവി കൊടുത്താൽ ഉറുമ്പൊന്നും വരത്തില്ല. ഇതിപ്പം തേനാണ്, ഇതിപ്പോ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇപ്പൊ നമ്മളിപ്പോ പുറത്ത് വെച്ചാലും ഇതിലൊക്കെ ഇത് മധുരം ആയതുകൊണ്ട് ഉറുമ്പിന്റെ ഒരു ശല്യം വരാറുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെയും ഇതേപോലെ വിനാഗിരി തേച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ഞാനിവിടെ കുറച്ച് വെള്ളം വച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലോട്ട് ഞാൻ കുറച്ച് ചൂടായി വരുന്നുണ്ട്. കുറച്ച് തേയിലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ തേയിലപ്പൊടി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പൊ ഇതിപ്പോ തേയിലപ്പൊടിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിപ്പോ ഓഫ് ചെയ്ത് കൊടുത്തു. ഇതിലോട്ട് ഞാൻ ഒരു തുള്ളി ഷാമ്പു, ഏത് ഷാമ്പു ആയാലും കുഴപ്പമില്ല. ഞാനിതിപ്പോ ഒരു തുള്ളി ഇവിടെ ക്ലിനിക് പ്ലസിന്റെ ഷാമ്പു ആണ്, ഒരു തുള്ളി ഷാമ്പു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഈ വെള്ളമായിട്ട്, ഈ തേയില ഇട്ട വെള്ളമായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് ആറാൻ വെക്കണം, അരിച്ചെടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് ആറാൻ വെക്കാം. ഇതിപ്പോ നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു ടവല് വെച്ചിട്ട് ഈ വെള്ളത്തിലോട്ട് ഈ ടവലൊന്ന് മുക്കി കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇത് ഈ മരത്തടിയിലും ഫർണിച്ചറിലൊക്കെ ഇത് ഇങ്ങനെ നമ്മുടെ ഈ തടിയിലുള്ള ഫർണിച്ചറൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഒന്നിങ്ങനെ തുടച്ചു കൊടുക്കുമ്പോഴത്തേക്കും നല്ലതായിട്ട് നല്ലൊരു ഫിനിഷിങ് കിട്ടിയതുപോലെ തോന്നും. കാരണം എന്ന് വെച്ചാല് ഇതില് നമ്മുടെ തേയില വെള്ളവും നമ്മുടെ ഷാമ്പു ആണ്. അപ്പൊ നല്ലൊരു മണവും ആയിരിക്കും, നന്നായിട്ട് ക്ലീൻ ആവും. മരത്തടിയിലുള്ള എന്തിൽ വേണമെങ്കിലും ചെയ്യാം. വാതിലിന്റെ ആണെങ്കിലും വാതിലിലും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. നല്ലൊരു പോളിഷ് കിട്ടും കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പൊ ഇതിപ്പം നമ്മുടെ പൂജാക്കൂടാണ്. അപ്പം പൂജാക്കൂടിലൊക്കെ ഇതേപോലെ തന്നെ ഇതുപോലെ ഇടയ്ക്കുണ്ട്. നന്നായിട്ട് വൃത്തിയാവും, നല്ലൊരു ഫിനിഷിങ്ങും കിട്ടും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ കൊടുക്കുമ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്തും. സപ്പോർട്ടാണ് ആവശ്യം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.